ഇൻസെപ്റ്റയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ വർഷം. കംപ്ലീറ്റ് ഈ പോർഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഒട്ടുമിക്കതും. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ആദ്യം തൊട്ടുള്ള പോർഷൻസ് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നീട് ബാക്കിയുള്ള എല്ലാം വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, കാര്യം നമ്മൾ ഇംഗ്ലീഷ്, മലയാളം എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കത്തില്ലേ. അപ്പോൾ അത് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു ലാംഗ്വേജുമാണ് C++. കുറേ പേര് പറയും ഭയങ്കര ടഫാണ്, പഠിക്കാൻ പാടാണ്, അത് എന്നൊക്കെ പറയും. പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ മൊത്തത്തിൽ എന്തൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഈ വർഷം നോക്കാനുള്ളത് 10 ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പോണൻറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഈ 3 ചാപ്റ്ററുകൾ ബേസിക്കലി കുറച്ച് തിയറി ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അത് കാണാതെ തന്നെ പഠിച്ചു പോവുക. കാണാതെ പഠിക്കുന്നില്ല, ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കി പോകാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ. ഓക്കെ, നെക്സ്റ്റ് ആണ്, അതായത് 4ാമത്തെ ചാപ്റ്റർ മുതലാണ് C++ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 4ാമത്തെ ചാപ്റ്റർ, അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. 5ാമത്തെ ചാപ്റ്റർ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. 6ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, അതും C++ പ്രോഗ്രാമിംഗ് കണ്ടൻ്റാണ്. 7ാമത്തെ ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂഷൻ. 8ാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ 7 ചാപ്റ്റർ വരെ C++ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് 8, 9, 10, അതായത് 8ാമത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടറും അതിൻ്റെ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളുമാണ് പഠിക്കാനുള്ളത്. 9ാമത്തെ ഇൻ്റർനെറ്റുമായിട്ടുള്ള ചെറിയ ഒരു ചാപ്റ്ററാണ്. 10ാമത്തത് IT ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇത് 3ഉം വീണ്ടും തിയറി ചാപ്റ്റേഴ്സാണ്. ഓക്കെ, പോർഷനിലോട്ട് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആ ഒരു മനോഭാവത്തിൽ തന്നെ പഠിക്കുക. പിന്നീട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഒരു പേന, ഒരു നോട്ട്ബുക്ക്, പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റുമായിട്ടൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ, ഡേറ്റ പ്രോസസ്സിങ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ പ്രോസസ്സർ, ഇത്രയും ടോപ്പിക്കുകൾ തിയറി ടോപ്പിക്കുകൾ. ഓക്കെ, ഇത്രയും തിയറി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിന് ശേഷമുള്ളതാണ് ഇത്രയും നമുക്ക് ഒരു സെക്ഷൻ എന്ന് പറയാം. ഇതൊരു സെക്ഷനാണ്. രണ്ടാമത്തെ ഒരു സെക്ഷനാണ് നമ്പർ സിസ്റ്റം, അതിൻ്റെ കൺവേർഷൻസ്. ഓക്കെ, നമ്പർ സിസ്റ്റം പിന്നെ നമ്പർ കൺവേർഷൻസ്, അത് ഇത്രയും ഒരു സെക്ഷൻ. ബൈനറി അഡിഷൻ അതെല്ലാം അതിൽ കൂടെ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് ഇത്രയും, നമ്പർ സിസ്റ്റം, നമ്പർ കൺവേർഷൻസ്, ബൈനറി അഡിഷൻ. മൂന്നാമത്തെ ഒരു സെക്ഷൻ വീണ്ടും കുറച്ച് തിയറി സെക്ഷൻ, ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ലാസ്റ്റ് സെക്ഷൻ, അതും കുറച്ച് തിയറി സെക്ഷൻ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. അപ്പം ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറി സെക്ഷൻ, ഡേറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്, എന്താണ് ഡേറ്റ പ്രോസസ്സിങ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങൾ എന്താണ്, കമ്പ്യൂട്ടറും ഡേറ്റയും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം. ഓക്കെ, രണ്ടാം സെക്ഷൻ നമ്പർ സിസ്റ്റം എന്താണ്, ആ നമ്പർ സിസ്റ്റങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസ് എങ്ങനെയാണ്, ബൈനറി അഡിഷൻ, പിന്നെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഓക്കെ ആണോ? ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ. എന്താണ് ഡേറ്റ? ഡേറ്റയുടെ ഡെഫിനേഷൻ പഠിച്ചു വച്ചേക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡേറ്റ ഡിനോട്ട്സ് raw facts and figures such as numbers, words, amount, quantity, etc. അതായത്
നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് 1.2. അതിൽ കുറച്ച് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. റോൾ നമ്പർ 1, 2, നെയിമിൻ്റെ പ്ലേസിൽ അനിത, ആദർശ്, അങ്ങനെ ഓരോ നമ്മൾ ഈ പറഞ്ഞ അനുസരിച്ച് നമ്പേഴ്സോ വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി അങ്ങനെയുള്ള ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ഡേറ്റ. അപ്പോൾ ഡേറ്റയ്ക്ക് ഇവിടെ എന്താ എക്സാമ്പിൾ? 1 എന്നുള്ളതൊരു ഡേറ്റയാണ്, 2 എന്നത് വേറൊരു ഡേറ്റയാണ്, അനിത എന്ന് പറഞ്ഞൊരു ഡേറ്റയാണ്, ആദർശ് എന്ന് പറഞ്ഞ ഡേറ്റയാണ്, 19 ആ മുകളിലുള്ള ഹെഡിങ്ങൾ നെയിം എന്നുള്ള ഡേറ്റയാണ്. ഓക്കെ, അപ്പം നമ്മൾ കാണുന്ന നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി ഇവയെല്ലാം വിളിക്കുന്ന പേരാണ് ഡേറ്റ. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട്, എക്സാമ്പിൾ ഒരു സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ആ വിവരങ്ങൾ പറയുന്ന പേരാണ് ഡേറ്റ. പേരുണ്ട്, ഏജുണ്ട്, അവരുടെ അഡ്രസ്സുണ്ട്, ഫോൺ നമ്പറുണ്ട്, അതിനെല്ലാം വിളിക്കുന്ന പേരാണ് ഡേറ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡേറ്റയുടെ ഡെഫിനിഷൻ ഇവിടെയുണ്ട്. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻഫോർമേഷൻ? ഈ ഡേറ്റ യൂസ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമേഷൻ. അതിവിടെ ഉണ്ട്. ദിസ് ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. അതായത് ഇൻഫോർമേഷൻ ഈസ് എ മീനിങ് ഫുൾ ആൻഡ് എ പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ആ ഒരു സെൻറ്റൻസ് മതി. ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ദാറ്റ് ഹാവിങ് എ മീനിങ് ഫുൾ സെൻസ് എന്ന് പറയുന്നതാണ് ഇൻഫോർമേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് എസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി. ഇൻഫോർമേഷൻ ആകുമ്പോൾ ആ പ്രോസസ്ഡ് ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമേഷൻ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടുള്ളത് ഈ ഒരു ബോക്സാണ്. 1.1 ടേബിൾ എക്സാമിന് മിക്കവാറുള്ള എല്ലാ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണിത്. ഡേറ്റ, ഇൻഫോർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫോർമേഷൻ, ആ ഒരു സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ റോ ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഡേറ്റ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോമാണ് ഇൻഫോർമേഷൻ. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഡേറ്റ, പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. ഫസ്റ്റ് പോയിന്റ് വളരെ സിമ്പിളാണ്. റോ ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഡേറ്റ, പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഈ റോ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതായത് കിട്ടുന്ന ആദ്യത്തെ ഫോം. നമ്മൾ നേരിട്ട് ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ ആ പേര് പറയുകയാണെങ്കിൽ അതൊരു ഡേറ്റ മാത്രമാണ്. അതായത് സെൻസസിൻ്റെ കേസിൽ സെൻസസ് എടുക്കാൻ പോകുമ്പോൾ ഒരാളുടെ പേര് നമ്മൾ ചോദിക്കുന്നു, പേര് നമ്മൾ നോട്ട് ചെയ്തു, ആ പേരിനെ പറയുന്ന പേരാണ് ഡേറ്റ. ആ പേര് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ പേരും ബാക്കിയുള്ള അയാളുടെ ബാക്കി ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ സെൻസസ് രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പം റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഡേറ്റ, പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. രണ്ടാമത്തെ പോയിന്റ്, സിമിലർ ടു റോ മെറ്റീരിയൽ. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻസും ആ എക്യുപ്മെൻറ്റുകളായിട്ടല്ല കിട്ടുന്നത്. അതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ച് പല പ്രോസസ്സുകൾ വഴിയാണ് അത് കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ വീട്ടിലൊക്കെ സാമ്പാർ വയ്ക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ കുറേ പച്ചക്കറികൾ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ആ പച്ചക്കറികൾ ഇൻഗ്രീഡിയൻറ്റിനെ എല്ലാം വിളിക്കുന്ന പേരാണ് റോ മെറ്റീരിയൽസ്. ഓക്കെ, സിമിലർ ടു റോ മെറ്റീരിയൽ. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തിനെ പോലെയാണ്? റോ മെറ്റീരിയലിനെ പോലെയാണ്. സിമിലർ ടു റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇൻഫോർമേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ആ പച്ചക്കറികളെല്ലാം കൂടെ ഉപയോഗിച്ച് സാമ്പാർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ. ഇവിടെ സാമ്പാർ എന്ന പോലെ അതിനെ പറയുന്ന പേരാണ് ഇവിടെ ഇൻഫോർമേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമിലർ ടു റോ മെറ്റീരിയൽ ഏതാ? ഡേറ്റ. സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ പോലെ കാണപ്പെടുന്ന ഏതാ? ഇൻഫോർമേഷൻ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. ഡയറക്റ്റായിട്ട് ഒരു കാര്യങ്ങളിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, പച്ചക്കറികൾ ഡയറക്റ്റായിട്ട് നമുക്കെടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കാൻ പറ്റുന്നതുണ്ട്, എങ്കിലും അതെന്തെങ്കിലും പ്രോസസ്സുകൾ ചെയ്താലേ അതിന് കുറച്ചുകൂടി ഒരു രുചി കൂടത്തുള്ളൂ.
ഓക്കെ ആണല്ലോ. അപ്പോൾ കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ് ഡേറ്റ കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. ഇൻഫോർമേഷൻ്റെ പ്രത്യേകത എന്താ? ആഡഡ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പത്രത്തിലൊരു ന്യൂസ് കണ്ടു, ഇന്ന് സ്കൂളിന് അവധി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഡേറ്റ മാത്രമോ, അതൊരു ഫിനിഷ്ഡ് ഡേറ്റ അല്ല. കൃത്യമായിട്ടൊരു മീനിങ് അതിൽ ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാര്യം എന്താ? ഇന്ന് സ്കൂളിന് അവധി എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിന് അവധി, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ബാധകമാണോ അല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. പക്ഷേ കൃത്യമായിട്ട് ഒരു ഹെഡിങ്ങോട് കൂടി, സ്കൂളുകൾക്ക് അവധി എന്നൊരു ഹെഡിങ്ങോട് കൂടി ചെറിയൊരു ന്യൂസും ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു സ്ഥലം ഉൾപ്പെടുത്തി ഈ സ്ഥലത്തെ സ്കൂളുകൾക്ക് ഇന്ന കാരണത്താൽ അവധി എന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞു. അത് നമുക്കൊരു അറിവ് വർദ്ധിച്ചു, നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം. അപ്പം നമ്മുടെ സ്കൂൾ ആ പ്രദേശത്ത് ഉൾപ്പെടുന്നതാണെങ്കിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അപ്പം ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കനോട്ട് ബി യൂസ്ഡ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇൻഫോർമേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നു, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കറക്റ്റാണോ? മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം. കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ് ഡേറ്റ. ഇൻഫോർമേഷൻ ആണെങ്കിൽ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. നോളജ് വർദ്ധിപ്പിക്കുന്നു, ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നു. ഡേറ്റയുടെ ലാസ്റ്റ് പോയിന്റ്, ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ മീനിങ് തന്നെ. ക്ലിയർ ആയിട്ടുള്ളതും കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് നൽകുന്നില്ല ഡേറ്റ. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളതും ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു സെൻസ് നമുക്ക് ലഭിക്കാത്ത സാധനമാണ് ഡേറ്റ. ഇൻഫോർമേഷൻ ആകുമ്പോഴോ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ, കൃത്യമായിരിക്കും, അർത്ഥമുള്ളവയായിരിക്കും. ഓക്കെ, ക്ലിയർ ആൻഡ് മീനിങ് ഫുള്ളാണ് ഇൻഫോർമേഷൻ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഡേറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റ. സിമിലർ ടു റോ മെറ്റീരിയൽ ആണ് ഡേറ്റ, സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇൻഫോർമേഷൻ. കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ് ഡേറ്റ. ഇൻഫോർമേഷൻ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. Data does not give precise and clear sense. Information gives clear and meaningful sense. Okay. Next topic, data processing. Data processing, a definition just നോക്കുക, അത് പഠിക്കേണ്ടതാണ്. Data processing refers to the operation or activities performed on data to generate information. എന്നാൽ എന്താ? അതായത് ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എന്തായിട്ട് മാറും? ഇൻഫോർമേഷനായിട്ട് മാറും. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിർമ്മിച്ച് കഴിഞ്ഞാൽ, ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ, ഡെഫിനിഷൻ ജസ്റ്റ് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് അതിൽ ഏതൊക്കെയാണ് ഡേറ്റ പ്രോസസ്സിങ് സ്റ്റേജുകൾ അഥവാ സ്റ്റെപ്പുകൾ ഏതെല്ലാം എന്നാണ്. ഡേറ്റ പ്രോസസ്സിംഗ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ്. അത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഫ്ലോ ചാർട്ട് തന്നിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് തന്നിട്ട് അത് ഏതാണ് മിസ്സിങ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ പ്രോസസ്സിംഗ് സ്റ്റേജസ് ഏതെല്ലാം എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കേ. 6 സ്റ്റെപ്പുകൾ ഏതെല്ലാം? ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, ഇൻപുട്ട് ഓഫ് ഡേറ്റ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ, processing or manipulating data, output of information, distribution of information. ഓക്കെ ആണോ? അപ്പോൾ ഈ 6 സ്റ്റേജുകൾ, 6 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്താണ്? ഡേറ്റ ക്യാപ്ചർ ചെയ്യുക. ഇപ്പം നമ്മളാണ് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡേറ്റയെ, ആവശ്യമുള്ള ഡേറ്റകളെ കളക്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ ക്യാപ്ചറിങ് എന്ന സ്റ്റേജ്, ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മുടെ എക്സാമ്പിൾ എന്തായിരുന്നു? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരേണ്ടത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോമിനെ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്ചറിങ് ഡേറ്റ. ഓക്കെ, ഈ അഡ്മിഷൻ പ്രോസസ്സിലെ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, പെർഫോമ എന്ന് പറയും.
അതിനെ തന്നെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, സോഴ്സ് ഡോക്യുമെൻ്റ് ഈസ് ഓൾസോ നോൺ as ഡാഷ്. ഓക്കെ, ദ പെർഫോമർ ഓൾസോ നോൺ as ദ സോഴ്സ് ഡോക്യുമെൻ്റ് ഈസ് സോ ഡിസൈൻഡ് ദറ്റ് ഓൾ റിലവൻ്റ് ഡേറ്റ ടു ബി റെക്കോർഡഡ് ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് ഫോമാറ്റ്. കൃത്യമായിട്ട് ഒരു ഓർഡറിലും ഫോമാറ്റിലും നിങ്ങളുടെ ഡേറ്റയെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്, പെർഫോമർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പെർഫോമയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താ, സോഴ്സ് ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്ത് പറയാം, ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ ആണല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ അതിന് വിളിക്കേണ്ട ഒരു പേരെന്താണെന്നറിയാമോ, ഹാർഡ് കോപ്പി എന്നാണ് പറയുന്നത്. പ്രിൻ്റ് ഔട്ട് ആയിട്ടുള്ള ഇത്തരം ഫോമുകൾ വിളിക്കുന്ന പേരാണ് ഹാർഡ് കോപ്പി. ഇനി നിങ്ങൾ ഓൺലൈനാണ് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ ആപ്ലിക്കേഷൻ ഫോമിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ അതിനെ ഹാർഡ് കോപ്പി എന്ന് പറയുന്നു. അത് നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പക്ഷേ സോഫ്റ്റ് കോപ്പി എന്താ, നമ്മൾ ഡിസ്പ്ലേ ആവുന്ന മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമ്മൾ കാണുന്ന ആപ്ലിക്കേഷൻ ഫോമുകളെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. ഓക്കെ ആണല്ലോ. അപ്പം ക്യാപ്ചറിങ് ഡേറ്റ എന്താണെന്ന് മനസ്സിലായോ? ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് അത് ഏത് വഴിയായിരിക്കും, പെർഫോമകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. പെർഫോം എന്ന് പറഞ്ഞാൽ എന്താ, ആപ്ലിക്കേഷൻ ഫോമുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു പോവാം. അതായത് നമ്മുടെ സെൻസസ് എടുക്കുന്ന പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെൻസസ് എടുക്കുക. സെൻസസ് എടുക്കുന്നത് എങ്ങനെയാണ്, ഓരോ വീടുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എത്തിയ ശേഷം അവർ എൻക്വയറി നടത്തുന്നു. നമ്മുടെ വീട്ടിലുള്ളവരുടെ പേരുകൾ, എണ്ണം, അവരുടെ വയസ്സ്, ബാക്കി മറ്റ് ഡീറ്റെയിൽസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും അവരെ രേഖപ്പെടുത്തി ഒരു ബുക്കിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നു, ഒരു ഫോമിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, ക്യാപ്ചറിങ് ഡേറ്റ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ സെക്ഷൻ ഇൻപുട്ട്. ഇൻപുട്ടും ക്യാപ്ചറിങ് ഡേറ്റ എല്ലാം സിമിലർ ആയിട്ടുള്ള സാധനം തന്നെ. ഇനി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഫോമിനെ നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ടിങ്. ഓക്കെ, ആ ഡേറ്റയെ നമ്മൾ അതിലേക്ക് നൽകുന്നതിന് വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻപുട്ട്. ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി സെൻസസിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, അവരത് എഴുതിയെടുക്കുന്നു, നമ്മൾ പറയുന്ന വിവരങ്ങൾ അവരത് ആ ഒരു പെർഫോമിലിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റോറേജ്. സ്റ്റോറേജും ഇൻപുട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നടക്കുന്നൊരു പ്രോസസ്സാണ് സ്റ്റോറേജ്. നമ്മൾ കമ്പ്യൂട്ടറിൽ പേര് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏജ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോർ ആയി കഴിഞ്ഞു. അതുപോലെ സെൻസസ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ വീടുകളിലെത്തി അവരത് പേന കൊണ്ട് ആ പേപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സെൻസസ് എടുക്കുന്ന കേസ് പറയുകയാണെങ്കിൽ അതൊരു ഹാർഡ് കോപ്പിയാണ്. ആ ഹാർഡ് കോപ്പി രണ്ട് പ്രോസസ്സുകൾ അത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അവരത് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ ഇതിനെ ഇൻപുട്ടിംഗ് എന്നും, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോർ ചെയ്യുന്നു, അതിനെ സ്റ്റോറേജ് എന്നും പറയാം. ആ രണ്ട് സ്റ്റെപ്പുകൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഫസ്റ്റ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, പെർഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമുകൾ വഴി ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ. ഇൻപുട്ട് എന്താ, ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് നോൺ ആസ് ഇൻപുട്ട്. ഡേറ്റ കമ്പ്യൂട്ടറിനകത്തേക്ക് ഫീഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻപുട്ട്. സ്റ്റോറേജ് എന്താ, ദ പ്രോസസ്, ഈ ഒരു സെൻറ്റൻസ് നോക്കിയാൽ ദ പ്രോസസ് വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എൻറ്ററിങ് ദ ഡേറ്റ ഈ സ്റ്റോർഡ്. സ്റ്റോർ ചെയ്ത ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സിങ് അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, ദ ഇൻഫോർമേഷൻ ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ആൾസോ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമായാൽ അതും കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്റ്റോറേജ്. ഓക്കെ ആണല്ലോ. ദിസ് സ്റ്റോർഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ഫോർ വേരിയസ് പർപ്പസസ്. ഭാവിയിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോർ ചെയ്ത ഡേറ്റയെ ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. സ്റ്റോർ ചെയ്ത ഡേറ്റയോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കേ, ആ ഒരു സ്റ്റോറേജ് എഴുതിയിരിക്കുന്ന സെക്ഷൻ ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ് ഡേറ്റ ക്യാപ്ചറിങ് എന്താ നമ്മൾ നോക്കി. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കേ, ഇൻപുട്ട്. ഓക്കെ ആണല്ലോ, ഇൻപുട്ട്.
തേർഡ് സ്റ്റെപ്പ് എന്താണ്? പ്രോസസ്സിങ്. ഇൻപുട്ട് ചെയ്യുമ്പോൾ തന്നെ നടക്കുന്നൊരു പ്രോസസ്സാണ് സ്റ്റോറേജ് എന്ന് ഞാൻ പറഞ്ഞു. ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇൻപുട്ടിനോടൊപ്പം തന്നെ എന്ത് നടക്കുന്നുണ്ട്? സ്റ്റോറേജ് നടക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രോസസ്സിങ്. പ്രോസസ്സിങ് ചെയ്യുന്നത് എവിടുത്തെ ഡേറ്റയാണ്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എടുത്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ഈ 4 സ്റ്റെപ്പുകൾ കണക്റ്റഡ് ആണെന്നും ആ 4 സ്റ്റെപ്പുകളും കൃത്യമായി മനസ്സിലായി കാണും. അടുത്ത സ്റ്റെപ്പാണ് പ്രോസസ്സ്. നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റയെ ഉപയോഗിച്ച് കുറേ ഓപ്പറേഷൻസ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആ ഡേറ്റയെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രോസസ്സ്. ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഈസ് റിട്രീവ്ഡ് ഫോർ പ്രോസസ്സിങ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയാൻ, നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ്, എല്ലാ കുട്ടികളും ആപ്ലിക്കേഷൻസും നൽകി. ഇനി അവരുടെ മാർക്കിൻ്റെ പ്രയോറിറ്റി വെച്ചിട്ടാണ് ഓരോ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അത് എങ്ങനെ എന്നുള്ളത് എന്താണ്? കുറച്ച് പ്രോസസ്സുകൾ വഴിയാണ്. അതായത് അവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് എന്താ? വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയും, WGPA. ഇത് ഓരോരുത്തരുടെയും കാൽക്കുലേറ്റ് ചെയ്ത ശേഷം വീണ്ടും പ്രോസസ്സുകൾ വഴി ആണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകൾ അലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ പ്രോസസ്സുകൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ പ്രോസസ്സുകൾ കാൽക്കുലേഷൻസ് ആവാം, ക്ലാസിഫിക്കേഷൻസ് ആവാം, കമ്പാരിസൺസ് ആവാം, സോർട്ടിംഗ് ആവാം, ഫിൽറ്ററിംഗ് ആവാം, സമ്മറൈസിങ് ആവാം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യുന്നു. ഇങ്ങനെ ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ 4 സ്റ്റെപ്പുകൾ ഇപ്പോൾ ഓക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, ഡേറ്റ കളക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ടിങ് ഓഫ് ഡേറ്റ, ഇൻപുട്ട് ചെയ്യുന്നു, ഡേറ്റയെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻപുട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നടക്കുന്ന സ്റ്റെപ്പാണ് സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോർ ചെയ്ത ഡേറ്റയെ പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു? നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ സെൻസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെൻസസ് എന്താ? എല്ലാ ഡേറ്റാസും കമ്പ്യൂട്ടറിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞു, സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ് വഴി കൃത്യമായിട്ടൊരു സെൻസസ് രൂപീകരിക്കുന്നു. വരുമാനത്തിൻ്റെ, ഇൻകത്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ജെൻഡർ, സ്ത്രീകൾ പുരുഷന്മാർ, അങ്ങനെ കൃത്യമായിട്ടൊരു ഒരുപാട് കമ്പാരിസൺസ്, അതായത് ഒരുപാട് പ്രോസസ്സുകൾ വഴി ഒരു സെൻസസ് രൂപീകരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഔട്ട്പുട്ട്. ദ ഇൻഫോർമേഷൻ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സുകൾ വഴി ലഭിക്കുന്ന ഇൻഫോർമേഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ? ദ ഇൻഫോർമേഷൻ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ ലഭിക്കുന്ന ആ അവൈലബിൾ ആയിട്ടുള്ള കാര്യത്തിന് വിളിക്കുന്ന പേരാണ് എന്താ? ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ? നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ എങ്ങനെയാണ്? നിങ്ങളുടെ കൃത്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് രൂപീകരിച്ച് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ കൃത്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അലോട്ട്മെൻറ്റ്. സെൻസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു സെൻസസ് രൂപീകരിച്ചു, അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. അതായത് നമ്മൾ രൂപീകരിച്ച ഔട്ട്പുട്ട് ഉപയോഗിച്ച് അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ആ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക, ആ പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ്. ദ ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യറീസ്. അതിൻ്റെ ആവശ്യക്കാരാരാണോ, അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആരാണോ അവരിലേക്ക് ഇത് എത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേര് ഔട്ട്പുട്ട് ഡേറ്റ എന്നല്ല. ഔട്ട്പുട്ട് എന്താണ്? ഇൻഫോർമേഷൻ്റെ ഭാഗമാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇൻഫോർമേഷൻ്റെ ഭാഗമാണ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നീട് നമ്മൾ അതിനെ എന്തേ വിളിക്കത്തുള്ളൂ? ഇൻഫോർമേഷൻ എന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ ആണോ? ഇനി ഈ അഡ്മിഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് സ്ലിപ്പുകളൊക്കെ വീട്ടിലെത്തുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾ ഏത് സ്കൂളിലാണെന്ന് അലോട്ട്മെൻറ്റ് അറിയിക്കുന്നു, നോട്ടിഫിക്കേഷൻസ് വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. സെൻസസ് പത്രങ്ങളിലും
അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലും എല്ലാം ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ അതോറിറ്റി പബ്ലിഷ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 6 സ്റ്റേജുകളാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രം ഓരോ സെൻറ്റൻസ് വീതം നോക്കി പോയാൽ മാത്രം മതി. മൊത്തം ഈ പാരഗ്രാഫുകളൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു സെക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ നോൺ as ഡാഷ്. പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ as ഡാഷ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് us ടു ടേക്ക് ഡിസിഷൻസ്. പഠിച്ചതാണ്. മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫോർമേഷൻ ഈസ് നോൺ as. മാനിപ്പുലേഷൻ വെച്ചാൽ എന്താ? കാറ്റഗറൈസേഷൻ, തരംതിരിക്കൽ, കാൽക്കുലേഷൻസ്, അതെല്ലാം അതിൽ വരുന്നതാണ്. മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ പ്രോപ്പർ ഓർഡർ. ഇതൊരു പ്രോപ്പർ ഓർഡറിലാക്കുക. എന്തൊക്കെയാണ്? പ്രോസസ്സ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, ഡേറ്റ ക്യാപ്ചർ, ഇൻപുട്ട്. നമ്മൾ പഠിച്ച 6 സ്റ്റേജുകൾ, അതിനെ പ്രോപ്പർ ഓർഡർ ആക്കി എഴുതുക. 6ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗീവ് റീസൺ. ഇതിലെ ഒറ്റപ്പെട്ടത് ഏതാണ്, എന്തുകൊണ്ട്? എന്തൊക്കെയാണ്? കാൽക്കുലേഷൻ, സ്റ്റോറേജ്, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ. ഓക്കെ, അപ്പം പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു വി സ്റ്റോർ ഇൻഫോർമേഷൻ. നമ്മൾ എന്തുകൊണ്ട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നു? അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇൻഫോർമേഷൻ എന്തിനാണ്, അല്ലെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഫോർമേഷൻ മേ ആക്ട് ആസ് ഡേറ്റ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ഇൻഫോർമേഷൻ ചിലപ്പോൾ ഡേറ്റയെ പോലെ ആക്ട് ചെയ്യുന്നു. ശരിയാണോ തെറ്റാണോ? 9th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റേജ് എന്താണ്? വാട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെൻറ്റ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യനോ അങ്ങനെയൊന്നുമല്ല. ഈ ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഇന്ന് നമ്മൾ കവർ ചെയ്തത് 2 സെക്ഷനാണ്. ഈ ചാപ്റ്ററിലെ 2 സെക്ഷൻസ്. ഡേറ്റ ആൻഡ് ഇൻഫോർമേഷനും പിന്നീട് ഡേറ്റ പ്രോസസ്സിങ്ങും. ഡേറ്റ ആൻഡ് ഇൻഫോർമേഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഇതാണ്. ഇത് പഠിക്കുക, ഈ ബോക്സ് പഠിക്കുക. ടേബിൾ 1.1 ഡേറ്റ ഇൻഫോർമേഷൻ. അതിനുശേഷം ഡേറ്റ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ, 6 സ്റ്റേജുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ഇത്രയും സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ 10 ക്വസ്റ്റ്യൻസ്. അതിന് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് ഓക്കെ ആയി എന്നാണ് മീനിങ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. നെക്സ്റ്റ് സെക്ഷൻ്റെ പേര് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ എന്തെല്ലാം എന്നാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ നമ്മൾ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക.